നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഗണേശ വിഗ്രഹങ്ങളുടെ മിഴി തുറക്കൽ ചടങ്ങ് നടന്നു. ആറ്റിങ്ങൽ കരിച്ചയിൽ ശ്രീ ഗണേശോത്സവം ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശ ഉത്സവ സമിതിയുടെയും നേതൃത്വത്തിൽ ഇക്കൊല്ലം നടക്കുന്ന ഗണേശോത്സവം 2024 ഭാഗമായി പൂജാ വിഗ്രഹങ്ങൾ ചടങ്ങോടുകൂടി പൂജാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി. ആഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഈ കൊല്ലത്തെ ഗണേശ പൂജ. സെപ്റ്റംബർ 7 പൂജിച്ച ശക്തിയാർജിച്ച ഗണേശ വിഗ്രഹങ്ങൾ രാവിലെ ശ്രീ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് ഘോഷയാത്രയായി ആറ്റിങ്ങൽ കല്ലമ്പലം വഴി വർക്കലം പാപനാശം കടവിൽ നിമജ്ജനം ചെയ്യും. പൂജാ വിഗ്രഹങ്ങളുടെ മിഴിതുറക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G മധുസൂദനൻ പിള്ള നിർവഹിച്ചു. ഗണേശ ഉത്സവ സമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി, ഗണേശ ഉത്സവ ടെമ്പിൾ ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത്, ജ്യോതിഭൂഷണം മനോജ് ഗോപിനാഥൻ, വക്കം സുനു, സിന്ധു വക്കം, പൈശാഖ് കൊടുവഴന്നൂർ രാജേഷ്, അനീബാൾ, കടക്കാവൂർ രഞ്ജിത്ത്, അനു കൊടുവഴന്നൂർ, തെറ്റിക്കുളം അനിൽ, സുബിൻ വേങ്ങോട് എന്നിവർ പങ്കെടുത്തു. ലോകതറവാടിൻ്റെ മഹാത്മ്യം ലോകത്ത് നിലനിൽക്കുന്നതും ഗണപതി പൂജയിലൂടെയാണ്. അതാണ് ഗജാനനം ഭൂതഗണാതി സേവിതം കപിത്ഥ ജംബു ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. സർവ്വദോഷങ്ങളും അകന്നു പോകുവാൻ പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഏക ദൈവമാണ് ഗണപതി. ആ ചിന്ത നമ്മുടെ മനുഷ്യരിലൊക്കെ ഉണ്ടായാൽ സർവവും നന്മയിൽ ഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ ബേസിക്കായ തത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ നന്മ ഉണ്ടാകട്ടെ. സമൂഹത്തിൽ എല്ലാവർക്കും ഈ നന്മ ഉണ്ടാകട്ടെ. എല്ലാവരും സർവ്വതിനെയും വിശ്വസിക്കുകയും എല്ലാ നന്മകളും ആർക്കു വേണ്ടി എല്ലാവർക്കും നൽകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.